ഇത് ദുഃഖത്തുള്ള ഏഷ്യൻ ഹോട്ടലാണ്. നല്ല ഒരു ഹോട്ടലാണ് കേട്ടോ. നല്ല പീസായിട്ടുള്ള നല്ല ഒരു ഹോട്ടലാണ്. ഇവിടെ സ്റ്റേ മാത്രമല്ല, ഇവിടെ ഫുഡ് കൂടി ഉണ്ട് കേട്ടോ. ഒരു ഹോട്ടൽ കൂടി ഉണ്ട്, കൊറിയൻ ഫുഡ് കൂടി കിട്ടുന്ന ഒരു ഹോട്ടൽ കൂടി ഉണ്ട് ഇവർക്ക് അറ്റാച്ച് ചെയ്തിട്ട്. അപ്പോൾ കൊറിയൻ ഫുഡ് താല്പര്യമുള്ളവർക്ക് പരീക്ഷിക്കാവുന്ന കാര്യം കൂടിയാണ്. വളരെ പീസായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇതാണ് റൂമിൻ്റെ ഉള്ളിലുള്ളത്. ഇവിടെ അവർ കെറ്റിലും അതുപോലെ കോഫി പൗഡറും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് വേണ്ട ഐറ്റംസും ഉണ്ട്. ഞാനത് വീഡിയോയിൽ ചേർത്തിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് കുറച്ച് സലാഡ്സ് ഉണ്ട്, അതുപോലെ പൂരി, ചപ്പാത്തി, അതിന് വേണ്ട കറികൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഷെന്ന പോർട്ടിലേക്കാണ് പോകുന്നത്. ഷെന്ന പോർട്ടിൽ നിന്ന് മസീറയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ദുഃഖം ടു ഷെന്ന പോർട്ട് വഴി ഉള്ള ഒരു റോഡ് വ്യൂ ആണ് ഈ കാണുന്നത്. ഒരുപാട് കാഴ്ചകളൊന്നുമില്ല. മീൻസ് കാണാനുള്ളത് ഇതാ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഇങ്ങനെയാണ് കൂടുതൽ സ്ഥലങ്ങളും ഇവിടെ കാണുന്നത്, ഇതുപോലെ വിജനമായിട്ട്. ദുഃഖത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. അല്ലാതെ അവിടെ കാഴ്ചകൾ കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെയുള്ള വ്യൂകൾ മാത്രമേ ഉള്ളൂ. അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെയുള്ള കാഴ്ചകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പണി നടക്കുന്ന ഒരു സ്ഥലമാണ്, ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു പ്രദേശമാണ്. പിന്നെ ഉള്ളത് ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. തിരക്കുകളില്ല, ബുദ്ധിമുട്ടുകളില്ല, അങ്ങനെ സ്വസ്ഥമായിട്ട് പോവാം. ഇത് റിഫൈനറിയാണ് ദുഃഖത്തുള്ള. ഇങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ റോഡ് സൈഡിലൂടെ കണ്ടിങ്ങനെ പോകാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് പോയിട്ട് അറിയാമല്ലോ, കുറച്ച് മണിക്കൂറുകളെടുത്താണ് ഷെന്ന പോർട്ടിലെത്തി. ശ്രദ്ധിക്കേണ്ടത് പോകുന്ന വഴിക്കുള്ള കുറച്ച് ഒട്ടകങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഇതുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതും എല്ലായിടത്തൊന്നുമില്ല, എവിടെയെങ്കിലും 1-2 ഒട്ടകങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ കാണാനുള്ളൂ. ആ ഒരു സമയമായതുകൊണ്ടാണോ എന്നറിയില്ല, ഞങ്ങളൊരു 10 മണി ആ ഒരു സമയത്താണ് ഇറങ്ങിയത്. ഇനി നേരെ ഷെന്ന പോർട്ട്. ഇവിടെയൊന്നും നമുക്ക് പറയാനൊന്നുമില്ല, കാരണം ഇങ്ങനെയുള്ള കാഴ്ചകളും കുറേ മലനിരകളും ഒക്കെയാണ് കാണാനുള്ളത്. പോകുന്ന വഴിക്ക് നമുക്കിങ്ങനെ ഇടയ്ക്ക് ഫീൽ ചെയ്യാറുണ്ട്, ഇങ്ങനെ മണലിലെ കളറിന് ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു പർപ്പിളാണോ, ചെറിയൊരു പിങ്ക് കളറുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ആ ഒരു മണൽത്തരികൾക്കോ മണ്ണിനൊക്കെ അങ്ങനെ ഒരു ഫീലിംഗ് തോന്നുമെന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. പിന്നെ റോഡ് പണികൾ നടക്കുന്നുണ്ട്, 2 വശം റോഡിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണുള്ളത്. ഇങ്ങനെയുള്ള ഈ ഒരു കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. ഞാൻ പറയാൻ കാരണം വീണ്ടും ഇത് ഇങ്ങനെയുള്ള റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇങ്ങനെ തന്നെയുള്ള കാഴ്ചകളാണ് കൂടുതലും നമുക്കിതിലുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. വെറുതെ സമയം 10 മിനിറ്റോളം കളയേണ്ട ഒരു ആവശ്യം ഇത് താല്പര്യമില്ലാത്തവരില്ലല്ലോ. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ജസ്റ്റ് ഒന്ന് ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർ മാത്രം ഒന്ന് കണ്ടാൽ മതി. കാരണം അല്ലാത്തവർക്ക് അത് ഇഷ്ടപ്പെടില്ല. പിന്നെ ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ഡ്രൈവൊക്കെ ചെയ്ത് പോകാൻ പറ്റുന്ന നല്ല സൂപ്പർ കാര്യമാണ്. നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ്. Till I get up, time is barely on our side. I don't wanna waste what's left. Chasing leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And sun rays
close till I get up. Time is barely on our side. I don't wanna waste all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go. Hold me close till I get up. Time is barely on our side. I don't wanna waste what. ഇനി ഷന്ന പോർട്ടിലേക്കുള്ള റോഡാണ്. റോഡിൻ്റെ ഇരുവശവും ഇങ്ങനെയുള്ള ഉപ്പുപാടങ്ങൾ കാണാം. ഒരു ടി ആകൃതിയിലാണ് റോഡിലേക്ക് കയറി വരുന്നത്. ഷന്ന പോർട്ടിലേക്കുള്ള റോഡെന്ന് പറയുന്നത് നേരെ ടി റോഡ് വന്നിട്ട് റൈറ്റിലേക്കാണ് വരുന്നത് കേട്ടോ. രണ്ട് ഭാഗവും ഇതുപോലെ ഉപ്പുപാടങ്ങളാണ്. ഉപ്പ് അവിടെ കളക്ട് ചെയ്തെടുക്കുന്നവരും ചാക്കിലാക്കുന്നവരെയൊക്കെ കാണുന്നുണ്ട് ഇതിൽ. അവിടെ നിർത്തിയിട്ടും കാര്യങ്ങളൊന്നുമില്ല, കാരണം അത്രയും ചൂടാണ്. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനൊന്നുമല്ല. അതുകൊണ്ട് ജസ്റ്റ് ഇതെല്ലാം വണ്ടിയിൽ നിന്നുള്ളൊരു വ്യൂ മാത്രമാണ്. അങ്ങനെ ഞങ്ങൾ ഇത് കുറച്ച് ദൂരമുണ്ട് കേട്ടോ, കുറച്ച് കിലോമീറ്ററുകളോളം ഈ ഒരു ഉപ്പുപാടവും കിടക്കുന്നുണ്ട്. ഇതെല്ലാം കുറച്ച് ഉണങ്ങിയതാണ്. ഇനി വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളായിട്ട് മാറ്റിവെച്ചതും ഒക്കെ ഉണ്ട് ഈ ഒരു ഉപ്പുപാടം. ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ഫീലിംഗ് ആയിരിക്കും, ഒരു പുതിയ ഐഡിയ ആയിരിക്കുമല്ലോ ഉപ്പുപാടങ്ങൾ കാണുക എന്നുള്ളത്. അങ്ങനെ ഈ ഉപ്പുപാടങ്ങളൊക്കെ കവർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പിന്നെ കുറച്ചുകൂടി ഞങ്ങൾ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു പോർട്ടിൻ്റെ ഏരിയ ഒക്കെ കാണുക. അവിടെ പറയാനുള്ള ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, പിന്നെ 2 മലയാളി ഹോട്ടലാണുള്ളത്. അതിൽ ഒരെണ്ണം ഞങ്ങൾ ചെന്ന് അറ്റകുറ്റപ്പണികൾ നടക്കുകയായിരുന്നു. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അധികം ഓപ്ഷൻസ് ഒന്നുമില്ല. ഞങ്ങൾ ചെന്നപ്പോൾ ബിരിയാണി റൈസും പിന്നെ വേറൊരു റൈസ് കൂടി പറഞ്ഞു, പ്ലസ് ചിക്കൻ ഫ്രൈയും മീൻ ഫ്രൈയും മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫുഡൊക്കെ കയ്യിൽ കരുതാൻ പറ്റുന്നവരാണെങ്കിൽ കയ്യിൽ കരുതാം, അതായിരിക്കും. അല്ലാതെ കൂടുതൽ ഓപ്ഷൻസ് ഒന്നുമില്ല. പിന്നെയുള്ളത് അവിടെ ചെന്നതിന് ശേഷമാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെത് 12 മണിക്കും 3 മണിക്കും ആണ് ജങ്കാറുള്ളതെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരെണ്ണം 1 മണിക്ക് പ്രൈവറ്റ് ജങ്കാറും ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ജങ്കാറിൽ ഞങ്ങൾ 3 ആൾക്കാരായിരുന്നു, 3 പേര് പ്ലസ് വണ്ടിയായിരുന്നു. അങ്ങനെ വൺ സൈഡിന് 21 റിയാലാണ്, അങ്ങനെ തിരിച്ചും 21, അങ്ങനെ 42 റിയാലാണ് പേ ചെയ്തത്. അപ്പോൾ ഞങ്ങളവിടെ സാറ്റർഡേ 3 മണിയുടെ ജങ്കാറിനാണ് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോയത്. എന്നിട്ട് തിങ്കളാഴ്ച രാവിലെ 7 മണിയുടെ ജങ്കാറിന് തിരിച്ചു വന്നു. അപ്പോൾ സമയമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് മാറാറുണ്ടെന്ന് അവർ പറഞ്ഞു, ജങ്കാറിൻ്റെ സമയമൊക്കെ. അതൊക്കെ നമുക്ക് ഓൺലൈനായിട്ടും ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഓൺലൈനായിട്ടല്ല കേട്ടോ ചെയ്തത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് 12 മണിയുടെ ഒരു ജങ്കാറും അതുപോലെ 1 മണിക്കൊരു ജങ്കാറുണ്ട്, അത് പ്രൈവറ്റ് ആണെന്ന് പറഞ്ഞു. 12 മണിയുടെയും 3 മണിയുടെയും ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെയിൽ പോകുമ്പോൾ പ്രത്യേകത, വണ്ടി ജങ്കാറിൻ്റെ താഴെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫാമിലിക്കായിട്ടുള്ള റൂമും ബാച്ചിലേഴ്സ് മാത്രമാണെങ്കിൽ അവർക്ക് വേറൊരു റൂമാണുള്ളത്. അതിൻ്റെ ഉള്ളിൽ നല്ല വിശാലമായിട്ടുള്ള ഒരു ഇതാണ്. അതൊക്കെ അടുത്ത വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ജസ്റ്റ് ഒന്ന് ഡെക്കിലൊക്കെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഒരു ബോട്ടിൽ വെള്ളമാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ തരുന്നത് കേട്ടോ. പിന്നെ കറക്റ്റ് 1 മണിക്കൂർ യാത്രയാണ് മസീറയിലേക്കുള്ളത്. നല്ല ഒരു ഫീലിംഗാണ്. പോകുന്ന വഴിക്ക് ഒരുപാട് ബോട്ടൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല ശാന്തമായിട്ട് നല്ല ഒരു ഇതിലാണ് നമുക്ക് ആ യാത്ര ആസ്വദിക്കാൻ പറ്റുക. പിന്നെ അവിടുത്തെ കാഴ്ചകൾ അതിൽ നമുക്ക് കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ പ്രൈവറ്റിൻ്റെ ജങ്കാറിൽ പൈസ കുറവാണ്, പക്ഷെ നമ്മൾ ഏത് വണ്ടിയിലാണോ പോയത് ആ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് വേണം പോകാൻ, അല്ലാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു എല്ലാം. ഈ ഒരു റോഡ് ട്രിപ്പായാലും അത് കഴിഞ്ഞ് കടലിലുള്ള യാത്രയായാലും അടിപൊളിയായിരുന്നു. എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ യാത്രയായിരുന്നു. അടുത്ത വീഡിയോയിൽ പോർട്ടിലെ കാര്യങ്ങളും മസീറയിലെ കാര്യങ്ങളുമായിട്ട് വരാം. ബൈ. Hold me close till I get up. Time